ഹായ്. നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂമികയിൽ ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോയെന്ന് തോന്നാനുള്ള കാരണങ്ങളൊന്നും നമ്മുടെ ആരുടെയും തന്നെ മുമ്പിലുണ്ടെന്ന് തോന്നുന്നില്ല. ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായിട്ട് സംസാരിക്കുകയല്ല, പക്ഷേ എനിക്കറിയാവുന്ന ചില ജനറൽ ഫാക്ട്സ് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഏത് രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിലാണോ സഞ്ചരിക്കേണ്ടത്, അതിനനുസരിച്ച് ഉള്ളതായിരിക്കും അവിടുത്തെ ആ രാജ്യത്തെ പൊളിറ്റിക്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ ഏത് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പൊളിറ്റിക്സും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ എപ്പോഴും ഒരു മാച്ചിങ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് രണ്ടും മിസ്മാച്ച് ആണെങ്കിൽ ഒരിക്കലും ഒന്നുകിൽ പൊളിറ്റിക്സ് പർട്ടിക്കുലർ പൊളിറ്റിക്സ് നിലനിൽക്കത്തില്ല, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് എന്താണോ അതിനനുസൃതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പം സമ്പദ് വ്യവസ്ഥ കാണും. പക്ഷേ ഈ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ രണ്ടും അതുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് പണ്ട് നെഹ്റു നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി, നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയിൽ അന്ന് മുതൽ ഇങ്ങോട്ട് ഒരു 10-50 അല്ലെങ്കിൽ ഒരു 40 വർഷം 50 വർഷം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എങ്ങനെയായിരുന്നു അതിനനുസരിച്ചുള്ള പൊളിറ്റിക്സ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊളിറ്റിക്സിനെ സപ്ലൈ ചെയ്യാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ദശാബ്ദങ്ങളിലെല്ലാം ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഇത്രയും ശിഥിലീകരിക്കപ്പെട്ടതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി പ്രസിഡൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടോ സംഘടനാ ബലം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകൾ അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ ഘടന തന്നെ മാറിയിട്ടുണ്ട്. ആ ഘടനയ്ക്ക് ഒരു പക്ഷേ ആ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് ആയിരിക്കാം മുൻകൈ എടുത്തതെങ്കിൽ തന്നെയും, അതായത് 91 നരസിംഹറാവു പ്രധാനമന്ത്രിയായി, അന്ന് മൻമോഹൻ സിംഗ് നമ്മുടെ ഫൈനാൻസ് ധനകാര്യമന്ത്രി ആവുകയും ചെയ്തതിന് ശേഷമാണ് സാമ്പത്തികമായിട്ടുള്ള രംഗത്ത് പരിഷ്കാരങ്ങൾ ആരംഭിക്കുന്നത്. അത് കോൺഗ്രസ്സാണ് തുടങ്ങി വെച്ചത്, കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് തുടങ്ങി വെച്ചത്. എങ്കിൽ തന്നെയും കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഐഡിയോളജിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ആദർശങ്ങളുമായിട്ട് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ ഒരു പാർട്ടി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലും ഇന്ത്യയിൽ ഒട്ടാകെയും പിന്നീട് വന്ന മറ്റ് രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് പഴയ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്ന് വഴിമാറി ഒരു ഗ്രാജുവലായിട്ടുള്ള മുതലാളിത്ത വ്യവസ്ഥയിലേക്ക്, ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക രംഗങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ലോകക്രമവും അതിനനുസരിച്ചുള്ള ലോകത്തിലും, കാരണം ഇന്ത്യയിൽ മാത്രമല്ല, കാരണം ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലോകം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകം തന്നെയാണ്. കാരണം എല്ലാ മാറ്റങ്ങളുടെയും പ്രത്യേകിച്ച് ഇതുപോലുള്ള സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റേ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ രംഗങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇക്കണോമിക്കായിട്ടുള്ള മാറ്റങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ടെക്നോളജി ആയാലും സയൻസ് ആൻഡ് ടെക്നോളജി ആയാലും
അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ രംഗങ്ങളിലെയും മാറ്റങ്ങളുടെ ലീഡർഷിപ്പ് അമേരിക്ക മുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളും അവരുടെ ഈ ഇടപെടലുകൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടും ഒക്കെ തന്നെയാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് ചൈനയിലായാലും അങ്ങനെ തന്നെയാണ്. കാരണം സോഷ്യലിസം എന്ന പഴയ സിസ്റ്റം മാറിയിട്ട് ക്യാപിറ്റലിസം ഇന്ത്യ സ്വീകരിക്കാൻ തുടങ്ങിയതോടുകൂടി മൂലധനത്തിൻ്റെയും അല്ലെങ്കിൽ മൂലധനം നിക്ഷേപിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ ശക്തിയുടെ പ്രകടനങ്ങൾ നമ്മൾ സമ്പത്ത് വ്യവസ്ഥയിലും സാമ്പത്തിക രംഗങ്ങളിലും നമ്മൾ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ 91 മുതൽ ഇങ്ങോട്ടെന്ന് വന്നത്. അപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക്, കോൺഗ്രസ് ഒന്നാമതേ വളരെ അതിനെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി GOP എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കണ്ട് ഫോം ചെയ്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന 47 മുതൽ ഇത്രയും വർഷം സഞ്ചരിച്ച് ഒരു ഓർഗനൈസേഷൻ, എന്തൊക്കെയൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതെല്ലാം മാറുന്ന കാലത്തിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ ഓർഗനൈസേഷനിനകത്തിൽ സിസ്റ്റത്തിനകത്തിൽ വരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലക്രമത്തിലുണ്ടാകുന്ന വൻ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള മാറ്റങ്ങളെ അവർക്ക് അവർ സ്വന്തമായിട്ട് മാറാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം കൊണ്ടും അല്ലെങ്കിൽ അവർക്കതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടും പല ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളിപ്പം കോർപ്പറേറ്റ് രംഗത്തായാലും അല്ലെങ്കിൽ മറ്റേത് രംഗത്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ്, സംഘടനകളെല്ലാം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഇതാണ്. കാരണം ഔട്ട്സൈഡ് വേൾഡിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ ആ മാറ്റങ്ങൾക്കനുസരിച്ച് അകത്ത് ഇൻറ്റേർണലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാനോ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ മാറ്റങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സജ്ജീകരിക്കാനും കഴിയാത്തത് കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോകത്ത് നമ്മൾ ഏത് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പല മേഖലകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എല്ലാം തുടച്ചു നീക്കപ്പെടുകയോ അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെടുകയോ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ മാറിയ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ, അത് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ സമ്പത്ത് രംഗത്തെ കൂടുതൽ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അതൊരു നമ്മൾ സ്ഥിരം കേൾക്കുന്ന അംബാനിയോ അദാനിയോ മാത്രമല്ല, നൂറുകണക്കിന് അതുപോലുള്ള ക്യാപിറ്റലിസ്റ്റുകളുണ്ട്. മുതലാളിമാരെന്ന് നമ്മൾ പറയുന്ന മൂലധനം മുടക്കുന്ന ആൾക്കാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മേൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണവും അല്ലെങ്കിൽ സ്വാധീനമുണ്ട്. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഏത് രാജ്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ വെൽത്തി ക്ലാസ് ആയിരിക്കും. ആ വെൽത്തി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക സാമ്പത്തിക മേഖലകളിൽ കൂടുതൽ നിയന്ത്രണവും സ്വാധീനമുള്ള വ്യക്തികളും അവർ നിയന്ത്രിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളുമായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ വലിയ കമ്പനികൾ, അത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇന്ത്യയുടെ തന്നെ കമ്പനികളും ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും സാമ്പത്തിക മേഖലയിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഭരണ നൈപുണ്യമുള്ള അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ അവർ ഒന്നുകിൽ എൻകറേജ് ചെയ്യുകയും അല്ലെങ്കിൽ അവരതിനെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുകയാണ് നമ്മൾ ലോകത്ത് എവിടെയും കാണുന്നത് പറഞ്ഞാൽ. അപ്പോൾ അതിന് കഴിയാത്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടെങ്കിൽ ആ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ശിഥിലീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ സൈലൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പരാജയം ഒന്നുകിൽ ഇത് ഈ പറഞ്ഞ സമ്പദ് മേഖലയുടെ മുകളിൽ സ്വാധീനമുള്ള ഇൻഡസ്ട്രിയൽ ക്ലാസ് അവർ വളരെ ഡെലിബറേറ്റായിട്ട് വളരെ എന്താണ് സ്വാഭാവികമായിട്ടുണ്ടാകാനുള്ള സാധ്യതയിൽ കൂടുതൽ അവർക്ക് ദ്രുതഗതിയിൽ സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള സംവിധാനങ്ങളെ ഒരുക്കി കൊടുക്കുന്നതിന് പ്രാപ്തിയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് എല്ലാ രാജ്യത്തും ഈ പറഞ്ഞൊരു റൂളിംഗ് ക്ലാസ് തന്നെയാണ് നിർവഹിക്കുന്നത്. അവർക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ സംവിധാനങ്ങളോ
അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ പൊളിറ്റിക്കൽ പാർട്ടീസോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശീലീകരിച്ച് വീക്കൻ ചെയ്തിട്ട് അവരെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യുന്നല്ലെങ്കിൽ തുടച്ചു മാറ്റുന്ന കാഴ്ചകൾ നമുക്ക് തീർച്ചയായിട്ടും ലോക സമ്പത്ത് രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയുടെ മൊത്തവും ഭരണ സാമ്പത്തിക രംഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കോൺഗ്രസ് ഒരു പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടും അവർക്ക് പുതുതായി ഒരു പക്ഷേ ഈ മാറിയ ലോകത്ത് അല്ലെങ്കിൽ ഇനിയും മാറേണ്ട ഇന്ത്യയുടെ സാമ്പത്തിക രംഗങ്ങളിൽ കൂടുതലായിട്ടുള്ള അവരുടെ പഴയ ഐഡിയോളജിയും ലീഡർഷിപ്പും സിസ്റ്റവും ഒക്കെ വെച്ചിട്ട് ഒരു പക്ഷേ ഈ ഡിമാൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയലിസ്റ്റിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കാൻ ആ പാർട്ടിക്ക് കഴിയത്തില്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം കൊണ്ടാണ് ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഈ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ സമ്പന്നരും ഈ പാർട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സപ്പോർട്ടുകൾ വളരെ പതുക്കെ പിൻവലിക്കുകയും മറ്റൊരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവായിട്ടുള്ള BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ബലപ്പെടുത്തി സ്ട്രെങ്തൻ ചെയ്ത് അതിപ്പോൾ മോഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ 2004 വരവോടുകൂടി അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. അത് ഇൻഡിവിജ്വലി മോഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നുമില്ല. കാരണം അതിൻ്റെ പിന്നിലൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയുടെ PR വർക്കും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഈ പറഞ്ഞ വെൽത്തി ക്ലാസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു വ്യക്തി തീരെ മോശമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഒട്ടും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. കാരണം ഈ മാറിയ മാറുന്ന അല്ലെങ്കിൽ മാറേണ്ട സാമ്പത്തിക രംഗങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും ഈ ഓൾഡ് മൈൻഡ് സെറ്റോടു കൂടി അവർക്കൊരു പുതിയ ലോകത്തെ ക്രമീകരിച്ചു കൊടുക്കുവാൻ ഈ കോർപ്പറേറ്റ്സിന് എന്തായാലും അവർക്ക് ഈ രാജ്യത്തെ മാർക്കറ്റും റിസോഴ്സുകളെല്ലാം വളരെയധികം ഉപയോഗിച്ചേ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഭരണതലപ്പത്തുനിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ അതിനെ നിർവഹിച്ചു കൊടുക്കുവാൻ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് വളരെയധികം പരാജയപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അവരിലുള്ള വിശ്വാസം ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ ഈ ഇക്കണോമിക് ക്ലാസ്സിന് വെൽത്തി ക്ലാസ്സിന് നഷ്ടപ്പെടുകയും അപ്പോൾ അവർക്ക് എക്സ് ഓർ വൈ എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഒരു വിഷയമല്ല. അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇവിടെയുള്ള മാർക്കറ്റിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അവരുടെ ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യുകയും അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നിയമ സംവിധാനങ്ങൾ മുഖേന ഉണ്ടാക്കി കൊടുക്കുകയും അത് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും അതിനനുസരിച്ചുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതിവിടെ നല്ല ലോകത്തിൽ നമ്മൾ ഏത് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് രാജ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ സംവിധാനവും അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റവും തമ്മിൽ വളരെ ഒരു ക്ലോസ് റിലേഷനുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാച്ചായിട്ട് പോകാത്ത അവസ്ഥകളിൽ ഒന്നുകിൽ പൊളിറ്റിക്സ് ഫെയിലാകും അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഫെയിലാകും. ഏത് രാജ്യത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് രാജ്യത്തെ നമ്മളിപ്പോൾ പറയും ഒരു രാജ്യം നല്ല സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി മാറി അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ വെൽത്ത് മേക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന് അനുകൂലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോർപ്പറേറ്റ്സ് തന്നെയാണ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതും ഈ സ്റ്റേറ്റ് തന്നെയാണ് കോർപ്പറേറ്റ്സിനെ താങ്ങി നിർത്തുന്നതും. അതൊരു വിഷ്യ സർക്കിളായിട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊരു പെർപ്പച്വൽ സിസ്റ്റമായിട്ടോ മാറിക്കഴിയും. അപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ ഏകദേശം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കോർപ്പറേറ്റ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം കോർപ്പറേറ്റ്സിന് വേണ്ടി അത് തെറ്റോ ശരിയാന്നുള്ളത് രണ്ടാമത്തെ ഒരു ഡിസ്കഷൻ്റെ പ്രശ്നമാണ്. കാരണം സ്റ്റേറ്റ് ഇങ്ങനെ കോർപ്പറേറ്റായിട്ട് മാറുന്നതോ അല്ലെങ്കിൽ കോർപ്പറേറ്റിന് വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാകുന്നതോ രാജ്യത്തിന് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഡിബേറ്റിൻ്റെ വിഷയമാണ്.
അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ്സുകൾ ഒന്നും രണ്ടും നല്ല നൂറുകണക്കിന് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്കറിയാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്ക മുതലായിട്ടുള്ള വലിയ രാജ്യങ്ങളിൽ നിന്നുള്ള വൻ കമ്പനികൾ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. കാരണം ഇന്ത്യയുടെ ശരിക്കുള്ള കപ്പാസിറ്റി, ഇക്കണോമിക് കപ്പാസിറ്റി ഒന്നും ഇതിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല ഇതിനകത്തല്ല. കാരണം ഇപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരമാവധി $3 ട്രില്യൺ GDP ആയിട്ടുണ്ട്. ചൈനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയൊക്കെ 19 അല്ലെങ്കിൽ 20 ഒക്കെ ട്രില്യൺ ഡോളേഴ്സിൻ്റെ എക്കോണമിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ഇനി ഒത്തിരി ബഹുദൂരം മുമ്പോട്ട് പോകാനുണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക്. അപ്പോൾ ബഹുദൂരം മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ഈ എക്കോണമിയിലുള്ള ഇൻ്റർഫറൻസ് അല്ല, അവരുടെ ആ ഒരു സ്വാധീനം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. കാരണം അവരിൽ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും ഈ ക്ലാസിൻ്റെ എണ്ണം കൂടുകയും ചെയ്താൽ മാത്രമേ ഈ ഇന്ത്യൻ സാമ്പത്തിക രംഗം കൂടുതൽ മെച്ചപ്പെടുകയും ഇന്ത്യയുടെ GDP ഇൻക്രീസ് ചെയ്യുകയും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരെ ഏതൊരു രാജ്യവും സാമ്പത്തിക ശക്തിയായി മാറി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോർപ്പറേറ്റ് ക്ലാസ് വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ടാണ്. ആ കോർപ്പറേറ്റ് ക്ലാസിൻ്റെ എണ്ണവും അവരുടെ സൈസും എണ്ണവും കൂടിയിട്ടുമില്ല. ഇപ്പം ഒരു കോർപ്പറേഷൻ 100ആയി, 10ആയി, 100ആയി, 100 1000ആയി, അങ്ങനെ ഓരോ കോർപ്പറേഷൻസ് പുതുതായി ഉണ്ടാകുകയും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോർപ്പറേഷൻസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയും അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുരോഗതി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യം നമ്മൾ പുരോഗതി പ്രാപിച്ചു അല്ലെങ്കിൽ വികസിച്ചു എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഈ സോളിഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റർപ്രണറി ക്ലാസ് തന്നെയാണ്. അത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സാണ്. ക്യാപിറ്റൽ പ്ലസ് ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ക്ലാസ്സിന് അവരുടെ ആ ഒരു സ്വാധീനം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് കൊണ്ട് മാത്രമാണ് ഏത് രാജ്യം നമ്മൾ വികസനം ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നതാണ്. അല്ല മറ്റ് ഗവൺമെൻറ് അത് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു, ഗവൺമെൻറ് ഇത്ര പൈസ മുടക്കി, അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്ത് നല്ല ഗവൺമെൻറ്റാണ് ജനങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലല്ല എക്കോണമി ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെയധികം കൂടുതൽ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള ഇൻറ്റർണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം. അതിനനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരണകൂടം ഉണ്ടെങ്കിലേ നടത്തുള്ളൂ. അപ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രമേ ഈ ക്യാപിറ്റലിസ്റ്റ് എൻ്റർപ്രണർ ക്ലാസ് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യത്തുള്ളൂ. അത് ഏത് രാജ്യത്തായാലും ശരി. അതിപ്പം BJPക്ക് കഴിവില്ല എന്ന ഒരു സമയത്ത് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ മറ്റൊരു ഓൾട്ടർനേറ്റീവ് അവർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർ ഉള്ള ഓൾട്ടർനേറ്റീവ് അവർ ചൂസ് ചെയ്തിട്ട് അതിനെ ഡിപ്ലോയ് ചെയ്യുകയും. അത് നമ്മൾ ലോകത്ത് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യങ്ങൾ 2 പാർട്ടികളുള്ളൂ. ആ 2 പാർട്ടിയും ഈക്വലി കോർപ്പറേറ്റ് മെയ്ഡാണ്, കോർപ്പറേറ്റ് ഫണ്ടഡാണ്, കോർപ്പറേറ്റ് കൺട്രോൾഡാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കൻ സ്റ്റേറ്റ് കോർപ്പറേറ്റ് സ്റ്റേറ്റാണ്. അവരുടെ വിഷയത്തിലൊന്നും ഇതുപോലുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് മറ്റൊരു മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് നമ്മൾ 47 മുതൽ കണ്ടിട്ടുള്ള അവസ്ഥകൾ, ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഈ സോഷ്യലിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസത്തിനെ പൂർണ്ണമായിട്ടും സ്പേസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാത്ത ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ലോക സമ്പത്ത് വ്യവസ്ഥയുടെ മേൽ നിയന്ത്രണമുള്ള ആൾക്കാർ, അതായത് ക്യാപിറ്റൽ മുതലാളിത്ത വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവർ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അത് മാറ്റിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലും ഈ പ്രക്രിയ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള പൊളിറ്റിക്സ് ഇവിടെ തീർച്ചയായിട്ടും നിലനിൽക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന ബാഹ്യമായിട്ടുള്ള രാം മന്ദിർ, സെക്കുലറിസം, മതേതരത്വം, അല്ലെങ്കിൽ കാസ്റ്റ് പൊളിറ്റിക്സ്, മറ്റേ പൊളിറ്റിക്സ്, ഇതൊക്കെ വളരെ ബാഹ്യമായിട്ടുള്ള ചില ഗിമിക്സ് മാത്രമാണ്. അത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയും അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. പക്ഷേ ശരിക്കുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യപ്പോലുള്ള രാജ്യങ്ങളിലെ പൊളിറ്റിക്സ് എപ്പോഴും സമ്പദ് വ്യവസ്ഥയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.
അപ്പോൾ പൊളിറ്റിക്സ് പോകുന്ന വഴിക്ക് മാത്രമേ സമ്പദ് വ്യവസ്ഥയും പോകും. അപ്പം സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവർ അവർക്ക് അനുകൂലമായിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമേ ചൂസ് ചെയ്യാനുള്ള സാധ്യത ലോകത്തിനെതിരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇത്രയും ശിഥിലീകരിക്കപ്പെട്ടത് BJP വളർന്നത് കൊണ്ടല്ല. ഈ പറഞ്ഞ വെൽത്തി ഇൻഡസ്ട്രിയൽ ക്ലാസ് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പഴകി ദ്രവിച്ച സ്ഥാപനത്തിൽ നിന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ അതൊരു വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ലോകത്തിൽ അത് ലോജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. കാരണം നമ്മളിപ്പം എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് കാര്യം ചൂസ് ചെയ്യുന്നതിന് അതിൻ്റെ യൂട്ടിലിറ്റി നോക്കിയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നൊരു പ്രോസസ്സ് കൊണ്ട് മാത്രമല്ല, ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെയുള്ള മറ്റൊരു സബ്ജക്റ്റ് മാറ്ററാണ്. അത് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ജനങ്ങളുടെ വിചാരം, ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന, അവർ ഭരണത്തിൽ വരുന്ന, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വിചാരമാണ്. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു, നമ്മുടെ ഓൾഡ് പൊളിറ്റിക്കൽ സിസ്റ്റമൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം. അന്ന് ക്യാപിറ്റലിസം നമ്മുടെ സംവിധാനത്തിൽ നിന്ന് ഇത്രയും കടന്നുകയറ്റമോ അല്ലെങ്കിൽ സ്വാധീനമോ നിയന്ത്രണമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ലോകത്ത് മൊത്തം ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ പങ്കാളിത്തം, മുതലാളിത്തം, ക്രോണി ക്യാപിറ്റലിസം, അതിപ്പം അംബാനി അദാനിയൊക്കെ മോദിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അവരുടെ എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും മോദിയുടെ മാത്രം വിഷയമല്ലത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. കാരണം വെൽത്തി ക്ലാസ്സിന് വേണ്ടി മാത്രമേ ഭരണം നടത്താൻ വെൽത്തി ക്ലാസ് രാഷ്ട്രീയത്തെ അനുവദിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തല്ല, പണ്ട് മുതലേ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊന്നും ഇങ്ങനൊരു സംവിധാനങ്ങൾ ആയിട്ടില്ലായിരുന്നു. ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പല ഇന്ത്യനായിട്ടുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സുകളും അതുപോലെ തന്നെ പല തരത്തിലുള്ള റവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള പല രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ നമ്മൾ ഇന്ത്യയിൽ 47 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ സമയത്തും അതിനുശേഷമൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാകും. അതെല്ലാം ഈ നമ്മുടെ പഴയ ഓൾഡ് സിസ്റ്റത്തിനെ എടുത്ത് മാറ്റിയിട്ട് ഈ പുതിയ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പ്രയാണത്തിൻ്റെ ഫലം. അതിനകത്തിൽ ഫോറിനേഴ്സ്, വെളിയിലുള്ള വമ്പൻ രാജ്യങ്ങളുടെ, ശക്തിയുള്ള രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനീസ് പറയാൻ പറ്റത്തില്ല, ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് പറയാൻ പറ്റും. കാരണം ആഗോളതലത്തിൽ മൂലധനത്തെ നിയന്ത്രിക്കുന്ന ശക്തികളുടെ സ്വാധീനവും നിയന്ത്രണവും അല്ലെങ്കിൽ അവരുടെ ഇടപെടലൊക്കെ കാരണം പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യത്തും ഇതേപോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ റാപ്പിഡ് സ്കെയിലിൽ, വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ മൂലധനം കൈവശം ഉള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ അവരെവിടെയും നിലനിർത്തത്തുള്ളൂ എന്നുള്ളതാണ് ഒരു ബേസിക്കായിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ജനങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ വോട്ട് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടി ഭൂരിപക്ഷം കിട്ടുന്നു, അവരെ കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് മറ്റൊരു വിഷയം. അത് പിന്നീട് സംസാരിക്കും. അപ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇനി മാറാൻ പോകുന്ന ഇന്ത്യയിൽ തീർച്ചയായിട്ടും അവർക്കെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥയിൽ അവർക്കിനി ഒരു റീജുവനേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ്, അല്ലെങ്കിൽ ഈ 44 സീറ്റ് അല്ലെങ്കിൽ 50 സീറ്റിൽ നിന്നും വീണ്ടും ഒരു വളരെ റെവല്യൂഷണറി ആയിട്ട് ഒരു ഓൾഡ് ഗ്ലോറിയിലേക്കൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് കണക്കിലെടുക്കുമ്പോൾ. അപ്പം BJP എന്ന് പറയുന്ന പാർട്ടിക്ക് എത്രത്തോളം, കാരണം എല്ലാ പാർട്ടിക്കും അതിൻ്റെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പാർട്ടി എന്നല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, ഓർഗനൈസേഷനും, എല്ലാ സിസ്റ്റത്തിനും. അപ്പം ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞ് ചിലപ്പം BJP ഈസ് നോ മോർ ഒരു യൂസ്ഫുൾ ടൂളല്ല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമ്പദ് വ്യവസ്ഥയുടെ മേൽ അധികാരമുള്ള ആൾക്കാർക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് അവർക്ക് തീർച്ചയായിട്ടും ഒന്നുകിലും ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയോ. കാരണം BJPയുടെയൊക്കെ
ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുടക്കത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം. കാരണം BJP എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത്, അതിൻ്റെ പിന്നിൽ ഏത് ശക്തികളായിരുന്നു എന്നൊക്കെ ഉള്ളത് അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്കറിയാം. എനിക്കറിയാം, പൊതുജനങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഇത്രയും ദീർഘവീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ 1970-കളിലും അല്ലെങ്കിൽ 60-കളിലും 70-കളിലും ഒക്കെ ഇങ്ങനൊരു മാറ്റത്തിന് വേണ്ടി ഈ പറഞ്ഞ ആഗോളതലത്തിലുള്ള ശക്തികൾ ശ്രമിക്കുകയും ഇന്ത്യയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുകയും ഇപ്പം 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ മോഡി നേതൃത്വം കൊടുക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടി ഇത്രയും ബലപ്പെട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത ഇന്ത്യയിൽ ഇനി അടുത്ത ഒരു ജനറൽ ഇലക്ഷനിൽ അവർക്ക് തീർച്ചയായിട്ടും തിരികെ വരാൻ കഴിയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തും പുറത്തുള്ള കോർപ്പറേറ്റ്സും അധികാര റൂളിംഗ് ക്ലാസ് BJPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. BJPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണല്ലോ പ്രധാനം. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും, പ്രതിഫലം കിട്ടും. പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോർപ്പറേറ്റ്സിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് പ്രോഫിറ്റാണ് വേണ്ടത്, അവർക്ക് മാക്സിമം പ്രോഫിറ്റാണ് വേണ്ടത്, അതിലും കൂടുതൽ പ്രോഫിറ്റാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ പ്രോഫിറ്റ് തീർച്ചയായിട്ടും അവർക്ക് കിട്ടണമെങ്കിൽ എവിടെയാണോ അവരുടെ വർക്കിംഗ് ഏരിയ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ് മാക്സിമം അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയണം, അവിടുത്തെ റിസോഴ്സുകൾ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയണം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ ഗ്ലോബലൈസ്ഡ് വേൾഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സുകൾ മറ്റ് ഭൂപ്രദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും അവർക്ക് കൂടുതൽ ഡീൽസ് ഉണ്ടാക്കാൻ തരത്തിലുള്ള പിന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസും അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള റിലേഷൻസ് എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ മാത്രമേ ഭരണത്തിൽ കൊണ്ടുവരാൻ ക്യാപിറ്റലിസ്റ്റിന് കഴിയത്തുള്ളൂ. അല്ലാതെ ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരിക്കലും അവർക്ക് സ്വീകാര്യമാണെന്ന് തോന്നില്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റൊരു രാജ്യത്തും തന്നെ. അപ്പോൾ എവിടെയും പൊളിറ്റിക്കൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്ത് അതിനെ പിന്നെ ഈ ഫീഡ് ചെയ്ത് അതിനെ നർച്ചർ ചെയ്ത് നിർത്തുന്ന പറഞ്ഞാൽ റൂളിംഗ് വെൽത്തി ക്ലാസ് തന്നെയാണ്, അത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രം നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റംസ് മാത്രമേ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യയിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ ആയിക്കഴിഞ്ഞു. 360 ഡിഗ്രി ആയിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇന്ത്യ വളരെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് BJPയുടെ പ്രോസ്പെക്റ്റ്, ഇലക്ഷന് ജയിക്കാനുള്ള പ്രോസ്പെക്റ്റ് വളരെയധികമാണ്. കോൺഗ്രസ് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രോമിസും ഈ പറഞ്ഞ വെൽത്തി ക്ലാസ്സിന് കൊടുക്കാനില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യം ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ വളരെ അധോഗതിയായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.